നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിസാർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു ചെറിയ ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ മുട്ട വിരിയിക്കുന്ന ഒരു ബോക്സ് നമുക്ക് അങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ വലിയ ബോക്സിൽ അതേപോലെ ഫ്രിഡ്ജിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ബോക്സിൽ ഒരു 10 മുട്ട ഒക്കെ വെക്കാൻ പറ്റുന്ന 10-15 മുട്ട ഒക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ഇൻക്യുബേറ്റർ വളരെ നിസ്സാര പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ബോക്സ് ആണ്. ഉണ്ടോ? ഇതേപോലത്തെ ഒരു ബോക്സ്. നമുക്ക് വലിയ ബോക്സ് ഉണ്ടെങ്കിൽ വലുതെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ബോക്സ് വേറെ ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ്, ഈ ഒരു ബോക്സാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടപ്പ്. ഇനിയിപ്പോൾ തെർമോക്കോളിൻ്റെ ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ കാർഡ്ബോർഡ് ബോക്സിന്റെ അകത്ത് നമുക്ക് തെർമോക്കോൾ ഒട്ടിച്ച് വെച്ചിട്ട് ഒക്കെ ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു തെർമോസ്റ്റാറ്റ് ആണ് കേട്ടോ. ഇതാണ് തെർമോസ്റ്റാറ്റ്. ഇത് എന്താ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു 150 രൂപക്ക് വാങ്ങാൻ കിട്ടും തെർമോസ്റ്റാറ്റ്. ഇതിൽ DC 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഇതിൽ റിലേ ഉണ്ട്, 220 വോൾട്ട് കൊടുക്കുന്ന റിലേ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിന് ഒരു ഫാൻ ആവശ്യമുണ്ട് കേട്ടോ. ഈ ഫാനിന് നമുക്ക് ഏകദേശം ഒരു 80 രൂപയൊക്കെ വിലയുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ചെറുത് വാങ്ങാം. വലിയ ബോക്സ് ആണെങ്കിൽ നമുക്ക് AC 220 വോൾട്ടിന് വർക്ക് ചെയ്യുന്ന ഫാൻ വാങ്ങേണ്ടി വരും. അത് ഈ നമ്മുടെ വെൽഡിങ് സെറ്റിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നത്. അതൊരു 300 രൂപയൊക്കെ മാർക്കറ്റിൽ വിലയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൾബ്, ഒരു 40 വാട്ട്സിൻ്റെ ബൾബാണ് ഞാൻ ഉപയോഗിച്ചിട്ട്, സാധാ ഫിലമെൻറ്റ് ബൾബ് കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിലേക്ക് ചൂട് കിട്ടുന്നത്. ഈ ചൂട് കൺട്രോൾ ചെയ്യുന്നതാണ് തെർമോസ്റ്റാറ്റ്. പിന്നെ ഈ തെർമോസ്റ്റാറ്റിലേക്ക് സപ്ലൈ കൊടുക്കാനും അതേപോലെ തന്നെ ഈ ഫാനിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനായിട്ടുള്ള 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഇത് ഒരു ബൾബ് ഹോൾഡർ, ഈ ബൾബ് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബൾബ് ഹോൾഡർ. പിന്നെ ഞാൻ സാധാ ഒരു പ്ലഗ് സോക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, ഒരു 6 ആംപിയറിൻ്റെ സോക്കറ്റ്. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഘടിപ്പിച്ചേക്കണം. ഇത് ഈ അഡാപ്റ്റർ ഘടിപ്പിക്കുന്നതിനാണ്, അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ പാടാൻ ഈ തെർമോസ്റ്റാറ്റൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഈ ബോക്സിന് ആകെ 20 രൂപയുള്ളൂ. പിന്നെ ഒരു മൾട്ടിവുഡിൻ്റെ 2 പീസ് വാങ്ങിയിട്ടുണ്ട്. അതായത് തെർമോക്കോളിൻ്റെ അടപ്പുണ്ടല്ലോ, ഈ ബോക്സിൻ്റെ അടപ്പ് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല, തെർമോക്കോൾ ആയതുകൊണ്ട് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഈ ബോക്സിൻ്റെ അപ്പുറം ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ടോ, ഇപ്പുറത്തൊരു പീസും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതേപോലെ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ബൾബ് ഹോൾഡറൊക്കെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ബോക്സിന് ആഴം കുറവായതുകൊണ്ട്, അതായത് ഈ ബൾബ് ഹോൾഡർ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ ബൾബ് ഹോൾഡറിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൾബ് ഹോൾഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബോക്സിൽ തട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ ഒരു DC ഫീമെയിൽ കണക്ട്, അതായത് ഈ നമ്മുടെ അഡാപ്റ്ററിൻ്റെ പിന്ന് ഇതേപോലെയാണ് DC പിന്ന്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പിന്ന് വാങ്ങിയിട്ട് ഇതിന് ഒരു 5 രൂപയൊക്കെ വില ഉണ്ടാവുള്ളൂ. 5 രൂപ അല്ലെങ്കിൽ 10 രൂപ, അത്രേ ഉള്ളൂ. ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് ഇനി ഇൻക്യുബേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സ്. ഈ ബോക്സിന് ഇതാ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള അടപ്പുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ തെർമോക്കോൾ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് സെറ്റാക്കി എടുത്താലും മതി കേട്ടോ. ഈ ഒരു 40 വാട്ട്സിൻ്റെ ബൾബിൽ തന്നെ നമുക്ക് 50 മുട്ടയൊക്കെ വിരിക്കുന്ന വലിയ ബോക്സൊക്കെ വെക്കാൻ പറ്റും. ഇതിപ്പോൾ ബോക്സ് ചെറുതായതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. സാധാരണ ചില ആളുകൾക്ക് ചെയ്യുക, ബൾബ് ഹോൾഡറും ബൾബും ഒക്കെ ഈ ബോക്സിൽ ഫിറ്റ് ചെയ്തിട്ടാണ്. അതായത് ഇതേപോലെ ബോക്സിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ബൾബും ഫാനൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഇതിൽ ഈ ഇതിൻ്റെ അകത്ത് എന്താവും, വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കളയണമെങ്കിലൊക്കെ ഇവിടെ ഈ ബൾബും സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കേക്ക് കളയാനും പറ്റില്ല. നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിലൊന്നും ചെയ്യുന്നില്ല, ഈ അടപ്പിലാണ് എല്ലാം ചെയ്യുന്നത്. അടപ്പിൽ ബൾബ് ഹോൾഡറും എല്ലാ സാധനങ്ങളും ഫാനും ഇതേപോലെ ഫാനും ബൾബും ഒക്കെ അടപ്പിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് വയറും ഇതെല്ലാം ഇതിൽ വെക്കും. ഈ ബോക്സിലേക്ക് നമുക്കിത് വെക്കാൻ പറ്റും. ഞാൻ 2 മൾട്ടിവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, 2 മൾട്ടിവുഡിൻ്റെ പീസ്. ഒന്ന് അകത്ത് വെക്കാനും കണ്ടോ, ഒന്ന് അകത്തേക്ക് കറക്റ്റ് ഇതേപോലെ ആക്കി വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതിൽ സ്ക്രൂ ചെയ്യാനാണ്. ഓക്കെ. എന്നിട്ട് അതിലാണ് നമ്മൾ ബൾബ് ഹോൾഡറും അതേപോലെ തന്നെ ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഫാനൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് തെർമോസ്റ്റാറ്റ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിലേക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ഈ മൾട്ടിവുഡിൻ്റെ പീസ് നിങ്ങൾക്ക് വീട് പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് മൾട്ടിവുഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നിടത്ത് കട്ട് പീസുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഫാബ്രിക്കേഷൻ്റെ കടകളിലൊക്കെ കട്ട് പീസൊക്കെ ഉണ്ടാവും. അവിടുന്ന് എടുത്ത് പോന്നാൽ മതി. ആദ്യം ഇത് രണ്ടും ഇതിൽ ഫിക്സ് ചെയ്യണം. ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇത് സ്ക്രൂ ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഈ ഒരു മൾട്ടിവുഡിൻ്റെ പീസ് വെച്ചു. അതേപോലെ തന്നെ എൻ്റെ ബാക്ക് ഭാഗത്ത് ഇത് വെച്ചു. ഈ രണ്ടും പാടെ സ്ക്രൂ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്യും, അതിന് തൊട്ടിപ്പുറത്ത് ഫാൻ ഫിറ്റ് ചെയ്യും. അപ്പോൾ ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾ അടിക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ ഭാഗമാക്കണ്. ഈ ഭാഗത്തേക്കാണ് കാറ്റ് വരിക, അതായത് ഈ സ്റ്റിക്കർ കിടക്കുന്ന ഭാഗത്തേക്കാണ് കാറ്റ് വരിക. ഇതിൽ DC 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് കാറ്റ് വരും. അപ്പോൾ നമ്മൾ ബൾബിന് അഭിമുഖമായിട്ടാണ് വെക്കുന്നത്. കണ്ടോ, ബൾബ് ഇവിടെ ആണെങ്കിൽ ഈ ബൾബിൻ്റെ ഒപ്പം ഇങ്ങനെ വെക്കുന്നു. ബൾബുമൊക്കെ കാറ്റ് തട്ടിയിട്ട് ഈ ബൾബ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാറ്റ് ഇതിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാന് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫാൻ ഇങ്ങനെ താത്തി വെച്ച് കഴിഞ്ഞാൽ ബൾബ് ഇവിടെ വെക്കുന്ന സമയത്ത് ബൾബ് പൊന്തിയിട്ടാവും. അപ്പോൾ കുറച്ച് പൊന്തി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടല്ലോ. ഇതിൽ നമ്മൾ ഓക്കെ, ഇതിൽ ആദ്യം ഇതിനെ ഫിക്സ് ചെയ്യണം കേബിൾ ടൈ ഉപയോഗിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഹൈറ്റ് വരും. ഓക്കെ, ആണോ, നമ്മൾ ഈ ഒരു മൾട്ടിവുഡിൻ്റെ പീസിൽ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതിനിവിടെ വെച്ചുകൊണ്ട് നമ്മൾ ആണോ ഇതിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇടാണ്. ഇതുണ്ട്, ബൾബിൽ നിന്ന് ഉള്ള വയറാണിത്. ഇത് നമ്മളെ ഫാനിൽ നിന്നുള്ള വയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇനി നമ്മൾ ഈ ബൾബ് ഉണ്ടോ, ബൾബ് വെച്ചാൽ കറക്റ്റ് ബൾബിലേക്ക് ഫാനിൻ്റെ കാറ്റ് കിട്ടും. ഉണ്ടോ, ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോക്കറ്റ് വെക്കാനുള്ള ബോക്സാണിത്. 6 ആമ്പിയറിൻ്റെ സോക്കറ്റ് വെക്കാനുള്ള ബോക്സ് നമ്മളിവിടെ ഫിക്സ് ചെയ്യണം. നമ്മളൊരു വയർ ഇതിൻ്റെ അകത്തേക്ക് ഇടണം. തിരിച്ച് അങ്ങോട്ട് തന്നെ ഇതുണ്ടോ, ന്യൂട്രൽ ഡയറക്റ്റ് ബൾബിലേക്ക് പോയി. ഫേസ് വയർ നേരെ ഇതിലെ കയറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഈ ഫേസ് വയറിനെ നമ്മൾ കട്ട് ചെയ്യണം. ഇത് തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കാനുള്ള തെർമോസ്റ്റാറ്റിൻ്റെ റിലേയിൽ കൊടുക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ബൾബിൽ നമ്മൾ ഇവിടേക്ക് ഒരു സപ്ലൈ കൊടുക്കും. 2 വയർ കൊടുത്തിട്ട് ഇവിടേക്ക് ഒരു സപ്ലൈ കൊടുക്കും. ഈ സോക്കറ്റിലേക്ക് ഉണ്ടോ, ഈ സോക്കറ്റിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കില്ല. അപ്പോൾ ആ സപ്ലൈ കൊടുക്കുന്ന ഭാഗത്തിലെ ന്യൂട്രൽ ഡയറക്റ്റ് ബൾബിലേക്ക് ന്യൂട്രൽ കൊടുക്കും. അതേപോലെ തന്നെ ഫേസ് ഈ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കും. ആ ഫേസ് നേരെ ഇതിൽ വന്നിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ റിലേയിൽ വന്നിട്ട് തിരിച്ച് ബൾബിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താവും, ഇതിൽ നമുക്ക് സപ്ലൈ കിട്ടും. ഇതിൽ ഫേസ് ന്യൂട്രൽ ഇതിൽ കിട്ടും. ഇത് നമുക്ക് അഡാപ്റ്റർ വെച്ചിട്ട് ഫാനിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരു മെയിൻ സപ്ലൈ എടുക്കും. അത്രേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വയർ നേരെ പോയി, ഈ ഒരു വയർ തിരിച്ച് ഇതിലേക്ക് വന്നു. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്താൽ തെർമോസ്റ്റാറ്റിന് വരുന്ന സെൻസർ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഹോൾ ഇട്ടിട്ട് ഇതിലേക്ക് ഇറക്കണം. അതിനിവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഈ ഒരു ഭാഗത്ത്. ഇതാണ് തെർമോസ്റ്റാറ്റ് കേട്ടോ. ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ. നമ്മൾ ഹീറ്റ് ഈ സെൻസറിലാണ് ചൂട് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഈ സെൻസർ ഇവിടെ ഇതിൻ്റെ കണക്ടറാണ്. ഈ കണക്ടർ ഊരി വെക്കുക. അത് നമുക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ റിലേ. ഓക്കെ,
ഈ റിലേയിൽ ഇതിൽ കണ്ടോ തെർമോസ്റ്റാറ്റിൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് 12 വോൾട്ട്, ഇത് മൈനസ് 12 വോൾട്ട്, അതായത് ഗ്രൗണ്ട് നേരിട്ടുണ്ട്. ഇത് പ്ലസും മൈനസും നമ്മളെ അഡാപ്റ്ററിൽ നിന്ന് കൊടുക്കുന്ന വയർ കൊടുക്കുക. ഓക്കെ, പ്ലസ് മൈനസ്, അതായത് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ടാണ്, സപ്ലൈ ആണ് വേണ്ടത്. പിന്നെ ഇതാണ് റിലേ, അതായത് ഇത് ടെമ്പറേച്ചർ കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് എ സി സപ്ലൈ കൺട്രോൾ ചെയ്യും. ഇത് ഈ റിലേ കൂടെ പോകുന്ന എ സി സപ്ലൈ, അതാണ് നമ്മൾ ഈ ബൾബിലേക്ക് കൊടുക്കുന്ന വയർ. ഒരു വയർ ഇവിടെ, ഒരു വയർ ഇവിടെയും കൊടുക്കും, ഈ കട്ട് ചെയ്ത് 2 വയർ. അപ്പോൾ അതായത് ഇതിലേക്ക് പോകുന്ന എ സി സപ്ലൈ ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കും ഈ റിലേ. കറക്റ്റ് ടെമ്പറേച്ചർ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തത് ആ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യും. ഇവിടെ ബൾബല്ല, ഹീറ്റിംഗ് കോയിലൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് നമ്മളെ ഡി സി കണക്ടറാണ് കേട്ടോ, ഡി സി പിന്നെ കണക്ട് ചെയ്യണം. ഇത് നമ്മളെ കറക്റ്റ് ഇതിൻ്റെ അകത്തു കൂടെ പുറത്തേക്ക് ഇടുകയാണ്. ഒരു ഹോള്, നമ്മൾ ഈ ബോക്സിന് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഈ ബോക്സിൻ്റെ അകത്തൂടെ ആണോ. ഇതിലാണ് നമ്മൾ 12 വോൾട്ട് അഡാപ്റ്ററോടെ കണക്ട് ചെയ്തിട്ട് 12 വോൾട്ട് സപ്ലൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫാനിലേക്കും സപ്ലൈ കിട്ടണം. അപ്പോൾ ഫാനിൻ്റെ പ്ലസും മൈനസും ഇതേപോലെ നമ്മൾ രണ്ടും ഒരേപോലെ ആക്കിയെടുക്കണം. ഇത് പ്ലസ്, ഇത് മൈനസ്. ഇതാണ് അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിൽ നിന്ന് കൊടുക്കുന്ന സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡി സി കണക്ടർ നമ്മളിവിടെ പുറത്ത് ഫിറ്റ് ചെയ്തു. ആ ഹോളിലൂടെ ഇത് ഹോൾ അടിച്ചിട്ട് നമ്മൾ ഹോളിലൂടെ അകത്തിട്ടു. ഇത് ഫാനിൽ നിന്ന് വരുന്ന വയറാണ്. ഇതിൻ്റെ മൈനസും പ്ലസും നമ്മൾ ഇതേപോലെ ആണോ, ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന മൈനസ് അതേപോലെ ഷൂട്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഇതേ കണക്കിന് തന്നെ പ്ലസും അതേപോലെ ചെയ്തു. ഇപ്പം അഡാപ്റ്ററിൽ നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഫാനിലേക്ക് സപ്ലൈ ചെല്ലും. അതേപോലെ തന്നെ നമുക്ക് ഇനി ഈ അറ്റം നമ്മൾ ഈ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കണം, പ്ലസും മൈനസും. ഓക്കെ, നല്ല കട്ടിക്കും മടക്കിയിട്ട് നമ്മൾ പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ. ഇപ്പം എന്തായി, തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 12 വോൾട്ട് സപ്ലൈ ഇതിൽ കിട്ടും. ഫാൻ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 12 സപ്ലൈ ഇതിൽ പോകും. ഇതിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്. ഈ സപ്ലൈ കൊടുക്കുന്നത് അഡാപ്റ്റർ വെച്ചിട്ടാണ്. അഡാപ്റ്റർ നമ്മൾ ഇവിടെ ഒരു സോക്കറ്റ് വെച്ചിട്ട് അതിൽ കണക്ട് ചെയ്യും. ഇത് നമ്മളെ ബൾബിലേക്ക് പോകുന്ന ഭാഗമാണ്, ബൾബിലേക്ക് പ്ലസ് കൊടുക്കുന്ന ഭാഗം. ഓക്കെ, ഇനി നമ്മൾ തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റിൽ ഫസ്റ്റ് കാണുന്നത് ഗ്രൗണ്ടാണ്. ഇതാ ഇവിടെ തന്നെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കാണുന്നത് ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ബൾബ് ഹോൾഡർ ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫാനും ഫിറ്റ് ചെയ്തു കേട്ടോ. ഫാൻ ഫിറ്റ് ചെയ്തു. അതിൻ്റെ ബാക്കിലാണ് ഫാനിൽ നിന്ന് വരുന്ന വയർ. നേരെ നമ്മൾ ഫാനിൽ നിന്ന് വരുന്ന വയറും പ്ലസ് മൈനസ് ഇതിൽ കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു ഫീമെയിൽ കണക്ടറും ഇതേപോലെ തന്നെ നമ്മൾ പ്ലസ് മൈനസിലും കൊടുത്തു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് അഡാപ്റ്ററിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ 12 വോൾട്ട് സപ്ലൈ ഇതിന് കിട്ടും. അതേപോലെ തന്നെ ഈ ഫാനിനും 12 വോൾട്ട് സപ്ലൈ കിട്ടും. ഇതാണ് റിലേന്ന് വരുന്ന വയർ. ഇത് എ സി ആണ്. ഇത് നിങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ വരുന്നത് എ സി ആണ് കേട്ടോ. ഇത് നമ്മുടെ കറണ്ടിൽ ഡയറക്റ്റ് കറണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഷോക്ക് അടിക്കും. ഈ ഒരു ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ ഇതും ഈ പ്ലസും മൈനസും തട്ടാതെ നോക്കണം. കണ്ടോ, ഇത് നാരൊക്കെ പൊന്തി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഷോക്ക് ഇല്ലാതെ വെക്കാൻ നിങ്ങൾ, കാരണം അത് അടുത്താണ് വരുന്നത്, തൊട്ടടുത്താണ് ഇതിൻ്റെ കണക്ഷനുകൾ വരുന്നത്. ഓക്കെ, ഇത് എ സി 230 വോൾട്ട് കറണ്ടിൽ നിന്ന് നേരെ വരുന്ന സപ്ലൈ ആണ് കേട്ടോ. ഇതിൽ ഒരു ഫേസ് വരും. ആ ഫേസ് തന്നെ വീണ്ടും തിരിച്ച് ഇപ്പുറത്ത് കൂടെ കയറിയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫേസ് കൊടുക്കണം. ഇവിടെ നമ്മൾ ന്യൂട്രും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് എ സി സപ്ലൈ വരുന്നത് ഇതിലാണ്. ഈ വയറിലൂടെ എ സി സപ്ലൈ വന്നിട്ട് ഇവിടെ ഫേസ്, ഇവിടെ ന്യൂട്രൽ. ഫേസ് നേരെ റിലേക്ക് പോകും, റിലേന്ന് നേരെ ബൾബിലേക്ക് പോകും. ന്യൂട്രൽ ഡയറക്റ്റ് ന്യൂട്രലിലേക്ക് പോകും. ഓക്കെ, ബൾബിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇത് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ടോ. ഇതിൽ ബൾബ് വെക്കും, ഫാൻ ഇറങ്ങും. നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തെർമോസ്റ്റാറ്റ്, ഇവിടെ സിലിക്കോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെർമോസ്റ്റാറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ ഡബിൾ സ്റ്റിക്കർ എന്തെങ്കിലും വെച്ചിട്ട് ഈ തെർമോസ്റ്റാറ്റ് ഇതിലിങ്ങനെ അമർത്തി വെക്കാം. പിന്നെ ഈ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പുതിയൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക്. അല്ലെങ്കിൽ പഴയ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ സപ്ലൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അഡാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സപ്ലൈ കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വർക്കിംഗ് കഴിഞ്ഞ് ഇതിൽ സെൻസർ കൊടുക്കണം. നമ്മൾ നേരത്തെ നമ്മൾ അയച്ചു വെച്ച സെൻസർ ഉണ്ട്. ഇതാണ് നമ്മളെ സെൻസർ. ഓക്കെ.
അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഈ വയറിൻ്റെ ഇതിലേക്ക് AC കൊടുക്കാനുള്ള വയറിൻ്റെ അറ്റത്ത് ഒരു 2 പിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സപ്ലൈ കിട്ടും, ഇതിലേക്ക് സപ്ലൈ കിട്ടും. നമ്മൾ അകത്ത് ബൾബ് വെച്ചിട്ടുണ്ട് കണ്ടോ, അകത്ത് ബൾബും ഫാനും വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമോസ്റ്റാറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തെർമോസ്റ്റാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മുമ്പ് തെർമോസ്റ്റാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ഒരു 3-4 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കുക, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ സപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. ഇത് എല്ലാം സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബോക്സ് അടച്ചു വെക്കാം. അത് പിന്നീട് അവർ സെറ്റിങ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോക്സ് വെച്ച് അടച്ചു വെക്കുന്നത്, കുട്ടികളൊന്നും തൊടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, സപ്ലൈ കൊടുത്ത സമയത്ത് കണ്ടോ, ഇതിൽ 38 ഡിഗ്രി ഓൾറെഡി ഇപ്പോൾ ഈ ബോക്സിൻ്റെ അകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിന് മുമ്പ് ഒന്ന് ഓൺ ആക്കിയതായിരുന്നു, അതുകൊണ്ട് ഇത് 38 ഡിഗ്രി ഈ ബൾബിൻ്റെ അകത്തുണ്ട്, ഈ ബോക്സിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഈ ടെമ്പറേച്ചർ 38 കുറയുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് ഓൺ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിലിപ്പോൾ 38 ഡിഗ്രി ആണ് ഇങ്ങനെ കിടക്കുന്നത്. ഫാന് ബൾബ് ഇതിലുള്ള ഈ സെൻസറിലാണ് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സെൻസർ. ഈ സെൻസറിൽ ചൂട് തട്ടുന്ന സമയത്താണ് ഈ ബൾബ് ഓഫാവും ഓണാവും ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് 36. ഓക്കെ, ഒരു 35.5 ഒക്കെ ആകുന്ന സമയത്ത് കണ്ടോ, 35.5 ഡിഗ്രി ആകുന്ന സമയത്ത് ബൾബ് ഓൺ ആയിട്ടുണ്ട്. കണ്ടോ, ബൾബ് ഓണായി. ഇതിൽ നമ്മൾ ബോക്സ് ഇങ്ങനെ കടത്തി വെക്കുന്നു, അമർത്തി വെക്കുന്നു, അടപ്പിട്ട് അടച്ചു വെച്ചു. ഇനി ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 37.5 ഡിഗ്രിയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 37.5 ഡിഗ്രി കഴിഞ്ഞ് ഒരു 2 പോയിന്റ്, അതായത് 37.7 ഡിഗ്രി ആകുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആകും. 37.7 ആകുന്ന സമയത്ത് ഇത് ഓഫാണ്. കണ്ടോ, 37.34. ഓക്കെ, കണ്ടോ, ഓഫായി, ഓൾറെഡി ഓഫായി, അത് കട്ട് ഓഫ് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ബൾബ് കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഇനി ഈ ടെമ്പറേച്ചർ ഈ ബോക്സിൻ്റെ അകത്തുനിന്ന് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് വീണ്ടും ബൾബ് ഓണാവും. അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രവർത്തനം. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബോക്സ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഇനി ഇവിടെ ഒരു ഹോൾ ഇടണം. ഇവിടെ ഈ ഭാഗത്ത്, ബോക്സിൻ്റെ ഈ ഭാഗത്ത് ഒരു ഹോൾ ഇടും. അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം, ഇത് ഈ ഫാൻ നിൽക്കുന്നതിൻ്റെ അടിയിൽ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു പാത്രത്തിൽ നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കും. ഇത്രേ ഉള്ളൂ. ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്യുബേറ്ററിൻ്റെ എല്ലാ പരിപാടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇൻക്യുബേറ്റർ ഇതേപോലെ നിങ്ങൾക്ക് തന്നെ ചെറിയൊരു ചിലവിൽ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.